ആ അപ്പോഴത്തേക്കാണ് മറ്റേ യാസ്മിന് CMSI സ്കൂളിൽ സ്വീകരണം കൊടുക്കുന്നു 27-ാം തീയതി. എവിടെ എവിടെ യാസ്മിന് മറ്റേ എവിടെ? സ്പെയിന്റെ താരമില്ലേ, സ്പെയിന്റെ 19-കാരനില്ലേ? ആ അപ്പം നമ്മുടെ താഴെ ഇവിടെ ഉള്ളവർ അവിടെ മറ്റേ ജോസഫിനെയൊക്കെ അറിയത്തില്ലേ, മാത്തു ഒക്കെ. ഏത്? നമ്മുടെ CMS സ്കൂളിന്റെ താഴെ ടൗൺ ബേക്കറിക്കാരെ നേരെ താഴെ അവർ ഒരു ആ വീടുണ്ടായത് ഓർക്കുന്നുണ്ടോ? മാത്യു, ലോറൻസ്. ആ മറ്റേ അത് മൂത്രപ്പുരയുടെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ്. ആ അവരുടെ പെങ്ങളുടെ ഏറ്റവും ഇളയ പെങ്ങളുടെ മോനല്ലായിരുന്നു അവൻ. ആണോ? അവൻ ഇവിടുന്ന് പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയി. അവന് 7-ാം ക്ലാസ് വരെ, 5-ാം ക്ലാസ് വരെ ഇവിടെ, 6-ാം ക്ലാസ് 7-ാം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചേ. ആണോ? അപ്പം അവൻ വരുന്നുണ്ട് താലപ്പൊലിയൊക്കെ ആയിട്ട്. ഞങ്ങൾ യാസ്മിൻ 19-കാരൻ, ഒരു നല്ല കറുത്തൊരു പയ്യനില്ലായിരുന്നോ, ആ അവനല്ലേ കപ്പ് കൊടുത്തത്. ആഹാ. അപ്പൊ നമ്മുടെ നിലവിന്റെ പ്രോഗ്രാമിന് അവനെ കൊണ്ടുവരുവാണ്. അവൻ കളിക്കാനുണ്ടായിരുന്നോ? അവനല്ലേ അവസാനം ഫൈനലിൽ ഗോൾ അടിച്ചത്. ആ അപ്പൊ കളിയൊന്നും കാണുന്നില്ലായിരുന്നോ? ആ കേരളത്തിന്റെ അവൻ മലയാളിയല്ലേ? അവൻ മലയാളിയാണ്, പക്ഷെ അവനിപ്പം ഇവിടെ സ്പെയിനിന്റെ താരമാ. ആണോ? അവൻ ഇവിടുത്തെ പോയി മൈഗ്രേറ്റ് ചെയ്ത് സ്പെയിനിൽ പോയില്ല. അവന്റെ അവിടുത്തെ പാസ്പോർട്ടൊക്കെ കിട്ടി, ഭയങ്കര കോടീശ്വരനാ ഇപ്പൊ. ഓ അത് ശരി. അപ്പൊ ലോറൻസ് ഒക്കെ ഇപ്പൊ അവിടെ പോകുന്നു തോന്നുന്നു. ആഹാ. വേറെ ഒരുത്തനുണ്ടായിരുന്നല്ലേ ഇളയവൻ, മറ്റേ നാടകമൊക്കെ കളിക്കുന്നത്, എന്നാ ജോസഫോ എന്നാ എന്റെ പേര്? അത് അല്ല, ഇവരുടെ ഇളയ പെങ്ങടെ മോനാ. ആ പെങ്ങടെ മോനാ? പെങ്ങടെ മോനെ. അവര് 19 വയസ്സുള്ളതേ. ആ അവരെല്ലാരും അങ്ങ് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങ് പോയില്ലേ. അവന്റെ പേരെന്നായിരുന്നു? അവര് യാസ്മിൻ, യാസ്മിന്നോ ജോസഫ് ജാസ്മിന്നോ അങ്ങനെ ഉണ്ടായിരുന്നു അവന്റെ പേര്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അവന്റെ ജേഴ്സിയുടെ പുറത്ത് ജാമിന്നോ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആണോ? അവന്റെ അനിയൻ വരുന്ന ഒരു വലിയ ഫോട്ടോയും വീഡിയോ ഒക്കെ വലിയ ഫേമസ് ആയല്ലോ. ആ ഞാൻ ഓർക്കുന്നുണ്ടോ ഐസക്കാരൊക്കെ അവിടെ വന്നിട്ട് താഴെ നിന്നിട്ട് ഇതൊക്കെ മേടിച്ച് കോലുമുട്ടായിയൊക്കെ മേടിച്ച് കഴിക്കുന്നത്. പിന്നെ ഓർമ്മയുണ്ട്. നമ്മൾ അവിടെ നിന്നല്ലായിരുന്നു ബീഡി മുട്ടായി അതെല്ലാം ഗ്യാസ് മുട്ടായി മേടിക്കുന്നത്. എല്ലാം മേടിക്കുന്നത് അവിടെ നിന്നായിരുന്നു. അതല്ലേ? അതുകൊണ്ട് അവന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ YMCAയുടെ അവിടുന്ന് ഇതുമൊക്കെ ആയിട്ട് ആലപ്പുഴയൊക്കെ ആയിട്ട് CMSI സ്കൂൾ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. ആണോ? അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരും വേൾഡ് കപ്പിന് പോയില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം അവൻ ഒക്കെ പോയെന്ന് പറഞ്ഞാൽ മുട്ടക്കെ CMSI സ്കൂളിന് എന്ത് നല്ല ഒരു ഇതല്ലേ. പിന്നെ അതെ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയല്ലോ. കേരളത്തിൽ നിന്ന് പോയി. എനിക്ക് എരിക്കുട്ടി ടീച്ചറിന്റെ ക്ലാസ്സിലായിരുന്നു സംശയം. മോഹൻലാൽ പോയായിരുന്നു. മോഹൻലാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മുടെ ഒരു ഇന്ത്യക്കാരനല്ലേ, അതായത് കേരളീയനല്ലേ ഫൈനലിൽ ഗോൾ അടിച്ചത്. ആരഭിമാനം. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ ഞാൻ നിർത്തി കേട്ടോ. ശരി, വേണ്ടെന്ന് വെച്ചു. കാരണം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നു ആ മുക്കുടക്കയത്തിലൊക്കെ ചാടി കുളിക്കുന്നു. ഞാൻ ആ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന സമയത്തൊക്കെ എന്റെ ഓർമ്മയിലുണ്ടത്. അപ്പൊ കളിയൊന്നും കാണാറില്ലായിരുന്നു ഞാൻ. അങ്ങനെ വലുതായിട്ട് ഞാൻ വൈകിട്ട് പിന്നെ വെളുപ്പിന് 5:30 12 അതൊക്കെ കാണത്തുള്ളായിരുന്നു. രാത്രി കളി ഞാൻ അങ്ങനെ കാണത്തില്ല. ഞാൻ അതുപോലെ അർജന്റീന ആയിരുന്നു മെയിൻ. നമ്മുടെ ഫോക്കസ് ചെയ്യുന്നല്ല അർജന്റീന. ഇവൻ സ്പെയിനല്ലായിരുന്നോ? ഇവ സ്കൂളിൽ എന്തൊക്കെയോ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേഡിയം പണിത് കൊടുക്കാവുന്നോ, എന്തോ പണിത് കൊടുക്കാവുന്നോ. വലിയ കോടീശ്വരനാ ഇപ്പൊ. അന്നവൻ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുമായിരിക്കും. അതെ അതെ. അന്ന് അവസാനം എല്ലാവർക്കും നമസ്കാരമെന്ന് മലയാളത്തിലല്ലേ സ്റ്റേജിൽ കയറിയത് പറഞ്ഞത്. അത് തന്നെ അപ്പത്തെ കുളിര് കോരി. അതൊക്കെ വരുന്നോ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നോ? വരുന്നോ മുണ്ടക്കത്തിനെങ്ങാണോ? ഉടനെ ഇല്ല. നമ്മുടെ സ്കൂളിലുള്ള സ്വീകരണമല്ലേ? വന്ന കേട് ഇതുവരെ മാറിയിട്ടില്ലേ? ഓക്കെ. ഇപ്പം അമ്മായിപ്പനും അമ്മായിമ്മയും താമസിക്കുന്നുണ്ട് അവിടെ വീട്ടിൽ. ഉണ്ടല്ലേ? ഓട്ടെ, ഇതായിരിക്കും ഒരു കോള്. തിരിച്ചു വിട്ടു പിടിക്കാവേ.